ഈ സഹോദരി തന്റെ സഹോദരനെ പറ്റി സ്ഥിരമായി കേളിയാക്കുമായിരുന്നു. എന്നാൽ വീണ്ടും കണ്ണു തുറന്നപ്പോൾ തന്റെ സഹോദരൻ അപ്രത്യക്ഷനായി മാറിയത് അവൾക്ക് മനസ്സിലായി. സോഫിയ പരിഭ്രാന്തിയിലായി കാട്ടിലേക്ക് ഓടിയെത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ നിന്നുപോയി. കാരണം ആ കാട്ടിൽ ഒരു മന്ത്രവാദിനി തന്റെ കൈകളിൽ ഒരു കുഞ്ഞുമായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ സഹോദരൻ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അന്നൊരു ദിവസം സോഫിയ പുഴക്കരയിൽ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ സഹോദരനെ നഷ്ടപ്പെടുത്തിയതിന് സോഫിയയെ കുറ്റപ്പെടുത്തി. സോഫിയ അത് പെട്ടെന്ന് നിഷേധിക്കാൻ നിന്നില്ല. പകരം സഹോദരിയെ തറയിലേക്ക് തള്ളിയിട്ട് ഈ വിവരം മാതാപിതാക്കളോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി. അധികം വൈകാതെ സോഫിയയുടെ അടുത്ത സഹോദരനും രോഗബാധിതനായി. അവൾ തൊഴുത്തിൽ ആടിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരി ആടിനോട് ചോദിച്ചു, സോഫിയയാണോ സഹോദരനെ രോഗിയാക്കിയതെന്ന്. ഇത് കേട്ട് സോഫിയക്ക് വളരെ ദേഷ്യം വന്നു. പെട്ടെന്ന് ആട്ടിൽ രക്തമായി മാറുന്നത് അവൾ കണ്ടു. ഇത് കണ്ട സഹോദരിക്ക് സോഫിയയോടുള്ള ഭയം വീണ്ടും കൂടി. തുടർന്ന് അവളുടെ സഹോദരനിൽ ബാധ കയറുകയും അവൻ വാഴയിൽ നിന്ന് ഒരു ചുവന്ന ആപ്പിൾ തുപ്പുകയും ചെയ്തു. അവനെ പിശാച് ബാധിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. പെട്ടെന്ന് സഹോദരി സോഫിയ ഒരു മന്ത്രവാദിനിയാണെന്ന് വിളിച്ചു പറഞ്ഞു. അധികം വൈകാതെ ആ സഹോദരനും മരണപ്പെട്ടു. വളരെ സങ്കടത്തോടെ അമ്മ സോഫിയയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. സോഫിയ പൂർണ്ണമായും തകർന്നുപോയി. എന്നാൽ അവളുടെ അച്ഛനും അവൾ ഒരു മന്ത്രവാദിനിയാണോ എന്ന് സംശയിച്ചു. അദ്ദേഹം അവളെ ഒരു ആട്ടിൻകൂട്ടിൽ അടച്ചിട്ടു.